യോഗ മാത്രമാണ് സ്പിരിച്വാലിറ്റിയിലൊക്കെ വഴിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു ആചാര്യൻ്റെ അടുത്ത് ഞാൻ പോയി അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ 1,00,000 തവണ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് വരാൻ പറഞ്ഞു. ശിവമൂലിക എന്നൊക്കെ പറഞ്ഞിട്ട് കഞ്ചാവൊക്കെ അരിച്ചിട്ട് ഞാൻ കുണ്ടലിനി ഉണർന്നു, അല്ലെ എൻ്റെ കുണ്ടലിനി ഉണർന്നു, ഞാൻ സ്വയമേവ ശിവനായി എന്നൊക്കെ പറയുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. യോഗയെക്കുറിച്ച് നേരത്തെ പല 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 യോഗകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇപ്പൊ ചിലരൊക്കെ ഇങ്ങനെ യൂട്യൂബിലും അല്ലാതെയൊക്കെ പുതിയ ആൾക്കാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. യോഗയിലൂടെ അല്ല എന്താണ് നമ്മൾ ആ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു വരേണ്ടത് എന്നും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും നമ്മളിപ്പോ കുണ്ടലിനി യോഗം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ശരിക്കും ശരിയാണോ ഈ യോഗ മാർഗം അല്ലാതെ? നമുക്കിപ്പം ആ ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ യോഗ മാത്രമാണ് സ്പിരിച്വാലിറ്റിയിലൊക്കെ വഴിയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഇപ്പൊ ഭക്തിയിലൂടെ പിന്നെ ആ ആത്മീയതയിലേക്ക് വരുന്ന ആളുകളുണ്ട്. അവര് ഭക്തിയാണ് അവരുടെ മാർഗം എന്ന് പറയാം. ഇപ്പൊ ജ്ഞാനത്തിലൂടെ ഈ ആത്മീയതയിലേക്ക് വരുന്ന ആളുകളുണ്ട്. അവർ ജ്ഞാനം സമ്പാദിച്ചുകൊണ്ടാണ്, അറിവുകൾ സമ്പാദിച്ചുകൊണ്ടാണ് അവര് ആത്മീയതയിലേക്ക് വരുന്നത്. അപ്പം യോഗം മാത്രമാണ് അല്ലെങ്കിൽ യോഗത്തിലേക്ക് എത്താനുള്ള മാർഗം യോഗ മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ മാർഗങ്ങളും അതിന് പിന്നെ ഇതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പം യോഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ മാർഗം ഏതായാലും കുഴപ്പമില്ല. ഇപ്പൊ മുമ്പേ പറഞ്ഞാലേ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോഴായിരിക്കും ആ ഒരു ആത്മീയ തലത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യപ്പെടുന്നത്. അല്ല, അത് കറക്റ്റ് വേ അല്ല, അത് അൺഎക്സ്പെക്ടഡ്ലി സംഭവിക്കുന്നതാണല്ലോ. ഇപ്പം യോഗത്തിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ ആത്മീയ സാക്ഷാത്കാരത്തിലേക്ക് പോകാനായിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കാൻ പറ്റിയല്ലോ. നാളെ വണ്ടി എടുത്തുകൊണ്ട് പോയി ആരെങ്കിലും എവിടെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് നമുക്ക് ആത്മീയ സാക്ഷാത്കാരം നേടാൻ പറ്റില്ലല്ലോ. അപ്പം അതെന്ന് പറയുന്നത് നമ്മുടെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ടാകുന്ന കാര്യമാണ്. ഇനി അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ടാകുന്ന, അതായത് കുണ്ടലിനി ഉണരാനായിട്ടുള്ള 5 മാർഗങ്ങളെ പറ്റി യോഗശാസ്ത്രം പറയുന്നുണ്ട്, കുണ്ടലിനി യോഗശാസ്ത്രം പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ജന്മനാ തന്നെ ഉണ്ടാകുന്ന കുണ്ടലിനിയുടെ അനുഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് നമ്മൾ കാണാത്ത കാഴ്ചകളെയും നമ്മൾ കേൾക്കാത്ത ശബ്ദങ്ങളെയും ഒക്കെ അവർക്ക് കേൾക്കാൻ പറ്റും. ഇപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്റ്റീഫൻ ഹോക്കിൻസ്. അദ്ദേഹത്തിന്റെ ചക്രക്കസേരയിൽ ഇരുന്ന് കണ്ണിന്റെ ചലനം കൊണ്ടാണ് അദ്ദേഹം എന്താ പറയാൻ പോകുന്നതെന്ന് നമ്മൾ അറിഞ്ഞത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്തായിരുന്നു? അദ്ദേഹം ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങൾ, അതായത് ബ്ലാക്ക് ഹോളിനെ പറ്റിയും ബ്ലാക്ക് എനർജിയെ പറ്റിയും ബ്ലാക്ക് മാറ്ററിനെ പറ്റിയും ഒക്കെ അദ്ദേഹം പറയുകയാണ്. അത് ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഭൗതികമായ ഇതില് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടില്ല, ബോധത്തിലാണ് അതെല്ലാം. അപ്പൊ എന്ന് പറഞ്ഞ പോലെയുള്ള ശേഷികളുള്ള പിന്നെ ജന്മനാ തന്നെ അങ്ങനെയുള്ള ശേഷികളുള്ള ആളുകളുണ്ട്. അത് അവരുടെ ജന്മനാ ഉള്ള കുണ്ടലിനിയുടെ അനുഭവമാണ്. ഇനി ചില ആളുകൾ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ചില പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്സിഡന്റായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുക, അങ്ങനെയുള്ള തലങ്ങളിൽ അവരുടെ ബ്രെയിനിന്റെ ന്യൂറോൺസ് എക്സ്ട്രാ ഫയർ ചെയ്യും. അങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്തും ഇങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങളോ അല്ലെങ്കിൽ കുണ്ടലിനിയുടെ അനുഭവങ്ങളോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇനി മറ്റൊരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പം വളരെ രസകരമായ മാർഗം എന്ന് പറയുന്നത് മറ്റ് ഒരു കുണ്ടലിനിയോഗത്തിൽ പറഞ്ഞേക്കുന്ന ഒരു മാർഗം തന്നെയാണ് എങ്കിൽ പോലും ഇന്ന് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മാർഗമാണ്. ചില മെഡിസിനിലൂടെ കുണ്ടലിനിയെ ഉണർത്താം അല്ലെങ്കിൽ ആത്മീയ അനുഭവം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ലെനയൊക്കെ മാജിക് മഷ്റൂം, ലെന എന്ന് പറഞ്ഞ സിനിമ ആക്ട്രസ് ഉണ്ട്, അവർ മാജിക് മഷ്റൂം കഴിച്ചിട്ട് വർഷങ്ങളോളം ഈ പറഞ്ഞ ട്രാൻസ് സ്റ്റേറ്റ് ആയിരുന്നു എന്നും അതിനുവേണ്ടി മരുന്ന് കഴിച്ചെന്നും പിന്നീട് സെൽഫിനെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ കണ്ടായിരുന്നു. എങ്കിലും അത് അവർക്ക് ആ ഒരു ആത്മീയത അറിയുന്നതിൻ്റെതായ ഒരു പോസിബിലിറ്റിയെ പറ്റി അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്നു. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ചില മരുന്നുകളും ഉണ്ട്, ചില മെഡിസിനിലൂടെ കുണ്ടലിനിയെ ഉണർത്താം അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് കടക്കാം എന്നുള്ള രീതിയിൽ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ അത് കുണ്ടലിനി ശാസ്ത്രത്തിൽ പറഞ്ഞേക്കുന്നതെല്ലാം അത് പ്രത്യേകമായിട്ടുള്ള ഭാഷാണങ്ങളും രസങ്ങളും ഒക്കെ കൂട്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഇതാണ്. അതെല്ലാം മറക്കപ്പെട്ടു പോയി എന്ന് വെച്ചാൽ അതൊന്നും ഇന്ന് ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്തെങ്കിലും അതൊന്നും നമുക്ക് ഇന്ന് അവൈലബിൾ അല്ല. അപ്പം അതിന് പകരം ഇന്ന് നമ്മൾ ഹിമാലയത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ശിവമൂലിക എന്നൊക്കെ പറഞ്ഞിട്ട് കഞ്ചാവൊക്കെ വലിച്ചിങ്ങനെ ഒരു ട്രാൻസിലിരുന്നിട്ട് ഞാൻ കുണ്ടലിനി ഉണർന്നു, അല്ലെ എൻ്റെ കുണ്ടലിനി ഉണർന്നു, ഞാൻ ശിവനായി, ഞാൻ സ്വയമേവ ശിവനായി എന്നൊക്കെ പറയുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും പ്രത്യേക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ കുണ്ടലിനി ഉണർന്നു, അല്ലെ അവർ ആത്മീയതയിലേക്ക് കണക്റ്റായി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊന്നും ഒരു ശരിയായ ആത്മീയ മാർഗങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെ, ഇപ്പോൾ യോഗയാണെങ്കിലും കർമ്മയോഗമാണെങ്കിലും ഭക്തിയോഗമാണെങ്കിലും ക്രിയായോഗമാണെങ്കിലും കുണ്ടലിനി യോഗമാണെങ്കിലും അങ്ങനെയുള്ള യോഗമാർഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് പ്രാക്തനമായിട്ടുള്ള മറ്റ് പ്രാക്ടീസുകളിലൂടെയൊക്കെ നമുക്ക് ആ യോഗത്തിലേക്ക് എത്തുന്ന മാർഗമാണ്. അപ്പോൾ അവിടെ നമുക്ക് ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷെങ്കിൽ അതിന് വർഷങ്ങൾ എടുത്തെന്ന് വരും. അതിനുള്ള എഫോർട്ട് വളരെ കൂടുതലാണ്. ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ നമ്മൾ എഫോർട്ട് ഇട്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ചിലർ പറയാറുണ്ടല്ലോ, പല ജന്മങ്ങൾ
കഴിഞ്ഞാലേ കുണ്ടലിനി ഉണരുള്ളൂ അല്ലേ? നമ്മുടെ വീഡിയോകളിലൊക്കെ താഴെ വരുന്ന കമന്റാണ് ഇത് കുണ്ടലിനി എന്നൊക്കെ പറഞ്ഞ പല ജന്മങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം കിട്ടുന്ന തോട്ടിന്റെ പ്രശ്നമല്ലേ? തോട്ടിന്റെ പ്രശ്നമല്ല, നമ്മൾ എടുക്കുന്ന എഫോർട്ടിന്റെ പ്രാക്ടീസിന്റെ എഫോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇടുന്ന ആ ഒരു നമ്മൾ എത്രമാത്രം അതിനുവേണ്ടി ഡെഡിക്കേഷൻ മാത്രമല്ല നമ്മൾ അതിനുവേണ്ടി എത്രമാത്രം സ്ട്രെയിൻ ചെയ്യുന്നു, അല്ലെ അതിനുവേണ്ടി നമ്മൾ എത്ര മാത്രം അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് അത് കാര്യങ്ങൾ ചെയ്ത് എടുക്കുന്നു. ഇപ്പം നമ്മളിപ്പം ഉദാഹരണത്തിന് ഇപ്പം പത്മാസനത്തിൽ ഇരിക്കണം. ഇപ്പം എല്ലാവരെയും കൊണ്ട് പത്മാസനം ഇരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ചിലർ വളരെ സിമ്പിളായിട്ട് പത്മാസനം ഇരിക്കുന്നു. ഇപ്പം യോഗ പഠിക്കുന്ന പല ആളുകളും പത്മാസനം സിമ്പിളായിട്ടിരിക്കും. കാരണം എന്താണ്, അതിലിരിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്രിയ പരിശീലിച്ചെടുക്കാനായിട്ട് അതിനുള്ള എഫോർട്ട് ഇട്ടു. അതിന് വേണ്ടിയിട്ട് അവർ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഭയങ്കര വേദന എടുക്കും. പത്മാസനത്തിലേക്ക് ആദ്യമേ ഇരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആദ്യമൊക്കെ കാലിനൊക്കെ വേദനയൊക്കെ എടുക്കും. പക്ഷെ ആ വേദന സഹിച്ച് അവിടെ ഇരുന്നിരുന്ന ആസനം ഉറപ്പിക്കണം. അങ്ങനെ ഉറച്ചു കഴിയുമ്പോഴാണ് ആ ആസനം നമുക്ക് സ്വായത്തമാകും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് ഏതൊരു ഇതിലും അങ്ങനെയാണല്ലോ. ഇപ്പൊ നമുക്ക് നല്ലൊരു ഒരു ഫോട്ടോഗ്രാഫർ ആണ്, നമ്മൾ ആദ്യമേ എടുക്കുന്ന ഫോട്ടോകൾ എല്ലാം വളരെ മോശമായിരിക്കും അല്ലേ? അത് പല പ്രാവശ്യം പല ഫ്രെയിമുകൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ ആയിരക്കണക്കിന് ഫോട്ടോകൾ എടുത്തു കഴിയുമ്പോഴാണ് നമ്മളൊരു ഫോട്ടോഗ്രാഫറാണ്. എന്ന് പറഞ്ഞ പോലെ ആത്മീയ സാധനയിലേക്ക് കിടക്കുന്ന ആളുകളും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്ത് എനിക്ക് ഒരിക്കലും ഞാനൊരു ആചാര്യൻ്റെ അടുത്ത് പോയ സമയത്ത് എന്ന് വെച്ചാൽ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ കുണ്ടലിനിയിൽ ആഴത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അന്ന് ഒരു ആചാര്യൻ്റെ അടുത്ത് ഞാൻ പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ 1,00,000 തവണ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയിട്ട് വരാൻ പറഞ്ഞു. 1,00,001 തവണ കൃത്യമായിട്ട് 1,00,001 തവണ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ഈ 1,00,001 തവണ എനിക്ക് ഒരിക്കലും കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റില്ല. കാരണം അത് തെറ്റിപ്പോകും ഓട്ടോമാറ്റിക്കലി. അപ്പൊ എന്ന് പറഞ്ഞ പോലെയുള്ള ഇതിലേക്ക് അല്ല, അദ്ദേഹം ആരും അതിലേക്ക് വരണ്ട എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെ കടന്നുപോയി ആ പ്രാക്ടീസുകൾ അല്ലെങ്കിൽ ആ ഒരു ക്രിയകളിലൂടെ കടന്നുപോയി ആർജിച്ചെടുക്കുന്ന ഒരു മാർഗമാണ് മറ്റൊരു മാർഗം എന്ന് പറയുന്നത്. ഇനി ഇതിനെല്ലാം ഉപരിയായിട്ടുള്ള ഒരു മാർഗമാണ് ഗുരുവിൽ നിന്ന് കിട്ടുന്ന ദീക്ഷയിലൂടെ നമുക്ക് കിട്ടുന്ന കുണ്ടലിനിയുടെ അനുഭവം, ആത്മീയ അനുഭവം എന്ന് പറയുന്നത്. അപ്പം ദീക്ഷയിലൂടെ എന്ന് പറഞ്ഞാൽ ഒരു ഗുരു ഒരു ദീക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ആത്മചൈതന്യത്തെ അല്ലെങ്കിൽ ആ കുണ്ടലിനി ശക്തിയെ ഉണർത്തി അതിനെ ആ ഒരു ശക്തിവിശേഷത്തിലേക്ക് ഒരു ശിഷ്യനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ദീക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം പലരും ദീക്ഷ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെ എന്നാ പറയുന്നത്, ചവിട്ടുന്നു, കുത്തുന്നു, തള്ളിയിടുന്നു, മറിച്ചിടുന്നു. ഇപ്പം നമ്മുടെ തന്നെ ക്ലാസ്സുകളിൽ ദീക്ഷ കൊടുക്കുന്ന സമയത്ത് ആളുകൾ പുറത്തേക്ക് വീഴുമല്ലോ. അപ്പോൾ ഇത് മറിച്ചിടുന്നതാണോ തള്ളിയിടുന്നതാണോ ചോദിക്കും. അപ്പം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ അതല്ലല്ലോ അതിൻ്റെ തന്നെ. അത് എന്തുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്? കോൺഷ്യസ് ആണ്. അത് മാത്രമല്ല നമുക്ക് നമ്മുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആ അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം ദീക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ദീക്ഷ കൊടുക്കാനായിട്ടുള്ള ആ ഒരു പാരമ്പര്യത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആ ഒരു ദീക്ഷ കൊടുക്കുകയും അല്ലെങ്കിൽ ആ ഗുരു ഒരാൾക്ക് ദീക്ഷ കൊടുക്കുകയും ആ ദീക്ഷ കൊടുക്കുമ്പോൾ ആ ഒരു എനർജി തത്വത്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ആ ഗുരുവിൻ്റെ ആ കുണ്ടലിനി ശക്തിയിലേക്കാണ് അവരെയും കൂടി കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അവരുടെ ആ എനർജി തലം പെട്ടെന്ന് തന്നെ ഈ കുണ്ടലിനി ശക്തിയുമായിട്ട് അല്ലെങ്കിൽ ആത്മീയ തലവുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമുക്കറിയാം ഇവിടെ ഈ സ്വിച്ചിൽ വരെ നമുക്ക് കറണ്ട് ഉണ്ട്. ആ സ്വിച്ച് അവിടെ ഇട്ടാലേ ലൈറ്റ് കത്തുള്ളൂ. കാരണം എന്താണ്, ആ സ്വിച്ചിന്റെ അവിടെ വരെ കറണ്ട് ഉള്ളൂ. അവിടുന്ന് ആ സ്വിച്ച് ഇട്ടുമ്പോഴാണ് അവിടുന്ന് ഇങ്ങോട്ട് കറണ്ട് പാസ് ചെയ്തത്. അപ്പം നിങ്ങളിൽ ആ സ്വിച്ച് വരെ അവിടെ ഉണ്ട്, സ്വിച്ച് അവിടെ ഉണ്ട്. ആ സ്വിച്ച് ഓണാക്കുന്നവരാണ് ഗുരുവാണ്. ആ സ്വിച്ച് ഓണാക്കുന്ന പദ്ധതിയാണ് ദീക്ഷയുടെ പദ്ധതി എന്ന് പറഞ്ഞത്. അപ്പം ആ ദീക്ഷ കൊടുക്കുന്നതിലൂടെ ആ സ്വിച്ച് ഓണാക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു എനർജി ഫീൽഡിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ കുണ്ടലിനിയുടെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു 5 മാർഗ്ഗങ്ങളാണ് കുണ്ടലിനി ഉണർത്താനായിട്ട് കുണ്ടലിനി ശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് 2-3 ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ ഇങ്ങനെ ഒരു തരത്തിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ ദീക്ഷ കൊടുക്കുമ്പോൾ ആ ഒരു എനർജി തത്വത്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. എന്ത് രീതിയിലാണെന്നറിയില്ല, എനിക്കൊരു ഗുരു ഉണ്ടായിരുന്നെങ്കിലും ഒരു തോട്ടെങ്കിലും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓടിച്ചെന്ന് ഒരു ഗുരുവിന്റെ അടുത്ത് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്ന ഒരു നല്ല ദീക്ഷ എന്ന് പറയുന്നത്. Yasha Living, synchronizing the art, tactics and spirituality.